2 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളാണ് കുറിവാക്യമായിട്ട് ഇവിടെ വായിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. 2 Timothy chapter 1 verses 6 and 7. ഇങ്ങനെയാണ് ആ വാക്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. കൈയുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച സഭകളിൽ ഏറ്റവും പ്രാമുഖ്യമുണ്ടായിരുന്ന സവിശേഷതകൾ നിറഞ്ഞ ഒരു ചർച്ചാണ് എഫെസസിലെ ദൈവസഭ. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിനെക്കാട്ടിൽ കൂടുതൽ സമയം എങ്ങും താൻ ചെലവഴിച്ചിട്ടില്ല. 3 years, 2ാം മിഷണറി യാത്രയുടെ അവസാനവും പിന്നീട് വന്നും 3 വർഷം രാവും പകലും ഒരു സഭയെ ദൈവവചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ ഓർഡിനറി എക്സെപ്ഷണൽ ഒരു ട്രാക്ക് റെക്കോർഡാണ് അവിടെ ഉള്ളത്. പ്രവൃത്തികളുടെ പുസ്തകം 20 അപ്പോസ്തലനായ പൗലോസ് അവിടുന്ന് വിടാൻ നേരം പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് മനപ്പാഠം അറിയായിരിക്കും. നിങ്ങൾക്ക് പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല എന്ന് 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം അപ്പോസ്തലനായ പൗലോസ് ഈ കോൺഗ്രിഗേഷനെ കുറിച്ച് പറയുകയാണ്. കിട്ടിയ സമയം മുഴുവൻ കലർപ്പില്ലാത്ത ദൈവത്തിൻ്റെ വചനത്താൽ പണിയപ്പെട്ട അനുഗ്രഹീതമായ ഒരു കോൺഗ്രിഗേഷനാണ് എഫെസസിലുള്ളത്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിച്ചു അവിടുന്ന് പോകാൻ നേരം, ഞാൻ പോയി കഴിഞ്ഞാൽ സിറ്റുവേഷൻ മാറാനുള്ള സാധ്യതയുണ്ട്. ആത്മനിറവുണ്ട് എന്നുള്ളത് ശരിയാണ്, നിങ്ങളെ കർത്താവിൻ്റെ വചനം ഞാനാ പഠിപ്പിച്ചത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ പോയാൽ ദുരുപദേഷ്ടാക്കന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. 7-8 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് എഴുതുന്ന ലേഖനമാണ് എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനം വായിച്ചു തുടങ്ങുമ്പോഴേ സർപ്രൈസ് ആൻഡ് ഷോക്ക് ഉണ്ടാകും. 3 വർഷം പൗലോസിൻ്റെ കീഴിലിരുന്ന് വചനം പഠിച്ചവർക്കാണോ ഈ എഴുതിയിരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്നും നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതെല്ലാം മറന്നുപോയി. 8-9 വർഷം കൊണ്ട് ഇതെല്ലാം അവർ മറന്നുപോയി. എഫെസ്യ ലേഖനം 4 പൗലോസ് പറയുന്ന വാക്കുണ്ട്. അപ്പോസ്തലന്മാരെ, പ്രോഫറ്റ്സിനെ, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, ഇതെല്ലാം ചർച്ചിന് നൽകിയിരിക്കുന്നത് എല്ലാവരും ക്രിസ്തുവെന്ന തലയോളം വളരുവാനാണ് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കുകളിൽ പറയുക, ഇനി മനുഷ്യരുടെ ചതിയാലും തെറ്റിച്ച് കളയുന്ന വഞ്ചനയിലും ഒന്നും കുടുങ്ങിപ്പോകാതെ നിങ്ങൾ ക്രിസ്തുവെന്ന തലയോളം വളരണമെന്ന് ആഗ്രഹിക്കുന്നു. വെളിച്ചത്തിലല്ലേ നിങ്ങളിപ്പോൾ? നിങ്ങൾ സ്നേഹത്തിലല്ലേ? ദൈവത്തെ അനുകരിക്കാനല്ലേ നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്? എന്നിട്ട് എഫെസ്യ ലേഖനം നിർത്തുന്നത് ആത്മീക യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞാണ്. രാത്രി ഇവിടെ ഇരിക്കുന്നവർ മനസ്സിലാക്കണം, എവിടെ നമ്മൾ തുടങ്ങി എന്നുള്ളതല്ല കാര്യം. ഇവിടത്തെ ആരാണ് നമ്മളോട് സുവിശേഷം പറഞ്ഞത് എന്നുള്ളതല്ല കാര്യം. ഏത് വർഷമാണ് സ്നാനപ്പെട്ടത് എന്നുള്ളതല്ല ഇന്ന് കൗണ്ട് ചെയ്യുന്നത്. ഈ സ്പിരിച്വൽ വാർഫെയറിൽ ഇന്ന് ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ നമ്മൾ ശോധന ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുമ്പോഴേ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് വണ്ടി ഇടിക്കുന്ന കാര്യവും അങ്ങോട്ട് പോയ വഴി ട്രിപ്പ് ചെയ്ത് താഴെ വീണ കാര്യമൊക്കെയാണ്. എഫെസ്യ ലേഖനം 6 പൗലോസ് പറയുന്നത്, സത്യം അരയ്ക്ക് കെട്ടണം. പിശാചിൻ്റെ ആയുധം ഈ സത്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. സത്യ സുവിശേഷത്തെ വൈകല്യപ്പെടുത്തുക എന്നുള്ള ഒരാത്മീക യുദ്ധത്തിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. നീതി എന്ന കവചം ധരിക്കുക എന്ന് പറയുമ്പോൾ ക്യാരക്ടറിനെ ഇല്ലാതാക്കണം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പെന്ന് പറയുമ്പോൾ സുവിശേഷത്തിലൂടെ വന്ന റെക്കൺസിലിയേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സ്പിരിച്വൽ വാർഫെയർ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളെന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമ്മളെ മാറ്റണമെന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം.
ഇന്ന് നമ്മൾ വായിച്ചിരിക്കുന്ന കുറിവാക്യം ഈ എഫെസസ് സഭയിൽ പാസ്റ്ററായിരിക്കുന്ന തീമോത്തിയോസിന് എഴുതുന്ന ലേഖനമാണ്. പ്രശ്നം കഴിഞ്ഞിട്ടില്ല. അന്നുണ്ടായിരുന്ന പ്രശ്നം ഇങ്ങനെ നിൽക്കുകയാണ്. ശത്രു ഇതിനകത്ത് കിടന്ന് കളിക്കുക. ആത്മീക പോരാട്ടത്തിൽ ഒരല്പം പോലും മുമ്പോട്ട് വിടാതെ ഇപ്പൊ ആരെ പിടിച്ചെന്നറിയാമോ? കോൺഗ്രിഗേഷനെ വിട്ടിപ്പോൾ ആരെ പിടിച്ചിരിക്കുക? പാസ്റ്ററിനെ പിടിച്ചിരിക്കുക. ഇപ്പോൾ പൗലോസ് തീമോത്തിയോസിനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. 1:6 പറയുക, നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം തീമോത്തിയോസേ നീ, അടുത്ത വാക്കൊന്ന് ചേർന്ന് പറയാമോ? നീ ജ്വലിപ്പിക്കണം. Fan into flame the gift that you received. 1 തീമോത്തിയോസ് 4:14 ഇതേ ഒരു എക്സ്പ്രഷൻ കാണാൻ ഞാൻ വായിക്കുന്നു. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം, അടുത്ത വാക്കെന്താ? ഉപേക്ഷയായി നീ വിചാരിക്കരുത്. 2 തീമോത്തിയോസ് 1 പറയുന്നു നീ ജ്വലിപ്പിക്കണം. 1 തീമോത്തിയോസ് 4:14 പറയുന്നു നീ ഉപേക്ഷയായി വിചാരിക്കരുത്. ഇന്ന് രാത്രിയിൽ ചോദ്യം, ഈ കൃപാവരം എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ മേലുള്ള ഈ കൃപാവരം നീ ജ്വലിപ്പിക്കണം തീമോത്തിയോസേ. നീ ശുശ്രൂഷിക്കുന്ന എഫെസസ് സഭയിൽ ആത്മീക യുദ്ധത്തിൽ പരാജയപ്പെടുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, അവരെ നീതിയിലേക്കും സത്യത്തിലേക്കും തിരിക്കണമെങ്കിൽ, നിന്നിലുള്ള ഈ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിച്ചാലേ കഴിയത്തുള്ളൂ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ പദം അവിടെ പ്രധാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6ാമത്തെ വാക്യം തുടങ്ങുന്ന ആദ്യത്തെ പദം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ ഒന്ന് പറയാമോ? എന്താ പറയുന്നേ? അടുത്ത വാക്കിലേക്ക് പോയി. ആദ്യത്തെ വാക്കെന്താ? അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ. ആ അതുകൊണ്ടെന്നുള്ള പദം ഇന്ന് രാത്രി നമുക്കൊന്ന് മനസ്സിലായിരുന്നെങ്കിൽ, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പോലെയല്ല, നമ്മൾ ആൾ മാറിയവരായി ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോകാനിടയാവും. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഏതുകൊണ്ടാ നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കേണ്ടത്? 3-4 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, തീമോത്തിയോസേ നീ ഓർക്കുന്നുണ്ടോ? നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ്യ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം ഞാൻ സ്തോത്രം ചെയ്യുന്നു. തീമോത്തിയോസേ നീ കൃപാവരം ജ്വലിപ്പിച്ചാലേ ഒക്കത്തുള്ളൂ. കാരണം നീ കപട വിശ്വാസിയല്ല, നീ കാര്യം കാണാൻ ഇറങ്ങിയവനല്ല. നിന്നിലൊരു നിർവ്യാജ്യ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നീ കൃപാവരം ജ്വലിപ്പിക്കണം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരോട് ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം. മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്റ്റൽ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത് ഒരു ഉപരിപ്ലവത്തിന്റെ തലത്തിലേക്കല്ലല്ലോ നമ്മൾ വന്നത്. കാര്യം കാണാൻ, സാമ്പത്തിക ലാഭത്തിനല്ലല്ലോ നമ്മൾ വന്നത്. ഇത് നിർവ്യാജ വിശ്വാസമാണെങ്കിൽ വെറുതെ ഇരിക്കാൻ ഒക്കത്തില്ല. കൃപാവരത്തെ ജ്വലിപ്പിച്ചാലേ ഒക്കത്തുള്ളൂ. അതിനൊരു കോൺഫറൻസായി ദൈവം നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുകയാണ്. വിശ്വാസം കറക്റ്റ് ആണോ എന്നറിയണമെങ്കിൽ കൃപാവരങ്ങൾ ജ്വലിക്കാൻ തുടങ്ങുമ്പോഴേ അറിയത്തുള്ളൂ ഇയാളുടെ വിശ്വാസം കറക്റ്റ് ആണോ എന്ന്. ഇന്ന് വന്നെത്തിയിരിക്കുന്ന ഒരു കാലത്ത് പൊതുവെ പറയുന്നത് എൻ്റെ സത്യം എൻ്റെ സത്യം, നിൻ്റെ സത്യം നിൻ്റെ സത്യം, റിലേറ്റിവിസം എന്ന് പറയും. ആരെങ്കിലും ആരെയെല്ലാം വചനത്തിലൂടെ കറക്റ്റ് ചെയ്താൽ, കറക്ഷൻ എന്നുള്ള പദമേ നമുക്ക് ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം. പക്ഷേ 2 തിമോത്തി 3:16 പറയുന്നത് കറക്ഷൻ, റെബ്യൂക്കിംഗ്, ട്രെയിനിങ് ഇല്ലാതെ വചന ശുശ്രൂഷ ഇല്ല. 4-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ പൗലോസ് പിന്നെയും പറയുന്ന തർജ്ജനം ചെയ്യുക, ക്ഷമയോടെ ഇതില്ലാതെ ഒരു പ്രസംഗം നടക്കത്തില്ല. കാരണം നമ്മുടെ ജഡവും ലോകവും ഭൗമികതയും പിടിച്ചിരിക്കുന്ന ഒരാളെ നീതിയിലേക്കും സത്യത്തിലേക്കും തിരിക്കണമെങ്കിൽ ഇതല്ല വഴിയെന്ന് പറയാതെ എങ്ങനെ ആയി തീരും? ആ ഒരു സമയത്ത് പലരും എടുത്തിരിക്കുന്ന ഒരു നടപടിക്രമം, ഞാനൊരു സൈഡിലൂടെ എൻ്റെ വിശ്വാസം സൂക്ഷിച്ചുകൊണ്ട് ഞാൻ പോവാ, ഞാൻ ആരോടും ഒന്നും പറയാനില്ല,
എനിക്ക് വയ്യാവേലി ഒന്നും വിളിച്ചു വെക്കാൻ വയ്യ. എൻ്റെ പൊന്നപ്പച്ചോ, എന്നെ ഉപദ്രവിക്കല്ല, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല. തിമോത്തിയോസിന് എന്തോ പറ്റി? 10 വർഷം പൗലോസിൻ്റെ കൂടെ നടന്നയാളാണ്. 6 ലേഖനങ്ങൾ പൗലോസിൻ്റെ കൂടെ എഴുതിയതാണ്. കോ ഓഥർ 6 എഴുത്ത്. അവസാന നിമിഷം തിമോത്തിയോസ് നോക്കുമ്പോൾ ഇപ്പം പൗലോസ് എവിടെ കിടപ്പുണ്ട്? വലിയ പ്രസംഗമായിരുന്നു, ഭയങ്കരമായിരുന്നു, കറക്ഷനായിരുന്നു, റെബ്യൂക്കായിരുന്നു. അതുകൊണ്ട് ഇപ്പം തീരാൻ പോവാണ് ആള്. തിമോത്തിയോസിൻ്റെ മനസ്സിൽ ഒരു ന്യൂ നോർമലിനെ കുറിച്ച് താൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഏതാ നോർമൽ എന്നറിയാമോ? ഞായറാഴ്ച വണ്ടി എടുത്തുകൊണ്ട് എഫെസസ് സഭയിൽ പോയി യോഗമൊക്കെ നടത്തി ഉള്ള സ്വോത്രാഴ്ച വാങ്ങിച്ചുകൊണ്ട് വരാം. എൻ്റെ പൊന്നപ്പച്ചോ, ഞാൻ ഇനിയും വലിയ പരിപാടിക്കൊന്നുമില്ല, ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകാമെന്ന് ചിന്തിച്ച തിമോത്തിയോസിനോട് പറയാ, തിമോത്തിയോസേ, ശുശ്രൂഷ നിനക്കൊരു പ്രൊഫഷൻ അല്ല, ശുശ്രൂഷ നിനക്ക് സാമ്പത്തിക നേട്ടമല്ല. നിന്റെ ഉള്ളിൽ നിർവ്യാജ വിശ്വാസമായിരിക്കുന്നെങ്കിൽ നിനക്ക് മിണ്ടാതിരിക്കാൻ ഒക്കത്തില്ല. ഇതൊരു യുദ്ധത്തിന്റെ ഭാഗമാ. നീ സംസാരിച്ചാലേ ഒക്കത്തുള്ളൂ. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? കൃപാവരം ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃപാവരം ഭാവിയെക്കുറിച്ച് പറയുന്നതല്ല. ഇവിടെ പറയുന്ന കൃപാവരം നിന്റെ മേലൊരു അഭിഷേകം വരട്ടെ എന്ന് പറയുന്നതല്ല. ഈ വചനത്തിനെതിരായതിനെ ദൈവവചനത്തിലൂടെ തിരുത്തുന്ന ഒരു കൃപാവരം ഇന്ന് സഭയ്ക്ക് ആവശ്യമാണ്. എണ്ണ കുറഞ്ഞു പോയാൽ എന്തോ പോകും? എണ്ണ കയ്യിൽ നിന്ന് പോയാൽ ഈ കൃപാവരം ജ്വലിക്കത്തില്ല. ഒരു വിഷി വാശി മട്ടിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് പോകുന്നൊരു പരിപാടി സ്വീകരിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം എന്നോട് കർത്താവ് പറയുന്നത്, തിമോത്തിയോസിനോട് പൗലോസ് പറയടാ കുഞ്ഞേ, നിന്റെ അമ്മയിലും യുനിക്കയിലും ലോവീസിലും ഒക്കെയും ഈ നിർവ്യാജ വിശ്വാസം ഉണ്ടായിരുന്നു. അവർ നിന്നെ ബൈബിൾ പഠിപ്പിച്ചത്, ബാല്യകാലം മുതൽ നിന്നെ പഠിപ്പിച്ചത് സൺഡേ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാനല്ല പഠിപ്പിച്ചത്. $1000 ബൈബിൾ ക്വിസിന് വേണ്ടി അല്ല അവർ നിന്നെ ബൈബിൾ പഠിപ്പിച്ചത്. ജീവനുള്ള ദൈവത്തെ അറിഞ്ഞവർ ബൈബിൾ വായിക്കുന്നത് ക്വിസിന് ഫസ്റ്റ് വായിക്കാനല്ല, എൻ്റെ ദൈവത്തെ കാണുവാൻ, വിശുദ്ധനായ ദൈവത്തെ അറിയുവാനാണ് വായിച്ചത്. നിന്നിൽ ആ നിർവ്യാജ വിശ്വാസമുണ്ടെങ്കിൽ, വേദി കിട്ടിയാലും വേദി കിട്ടിയില്ലെങ്കിലും, സ്തോത്രം പറയാൻ ആരുമില്ലെങ്കിലും, സ്തോത്രാഴ്ച കുറഞ്ഞു പോയാലും നിന്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം. കേൾക്കണമേ, കേൾക്കണമേ. The product of sincere faith is faithful proclamation. അകത്ത് വിശ്വാസം ജനുവിനാണോ എന്നറിയുന്നത് എടുക്കുന്ന സ്റ്റാൻഡ് കാണുമ്പോൾ അറിയാം താങ്കളുടെ വിശ്വാസം ജനുവിനാണോ എന്ന്. അങ്ങ് പുറകിലിരിക്കുന്നവർ മുതൽ ഫ്രണ്ടിലിരിക്കുന്നവരും കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? വിശ്വാസം എന്നുള്ളത് ഒരു പോരാട്ടമാണ് എന്നിന്ന് രാത്രി മനസ്സിലാക്കണം. ഒരുപാട് കാര്യങ്ങൾ അഴിച്ചു വിടുകയാ സഭയിലേക്ക്, ഉപദേശങ്ങളായിട്ടും പല രീതിയിലുള്ള ട്രഡീഷൻസ് ആയിട്ടും അഴിച്ചു വിടുമ്പോൾ നിർവ്യാജ വിശ്വാസമുള്ളവർ പറയണം, ഞാൻ എൻ്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കാൻ പോവുക. എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് ഭയത്തിൻ്റെ ആത്മാവല്ല. ഒറ്റപ്പെടേണ്ട വന്നാലും, നിരുത്സാഹത്തിൻ്റെ വാക്ക് കേട്ടാലും, പരാജയ ഭീതി ഉണ്ടായാലും യേശുവിൻ്റെ മുമ്പിലാണ് ഞാൻ കണക്ക് കൊടുക്കേണ്ടത് എന്ന ബോധ്യത്തോടെ കൃപാവരം ജ്വലിപ്പിക്കാൻ ഇന്ന് രാത്രി തയ്യാറാകണം. കേൾക്കണമേ. 1 തിമോത്തിയോസ് 1:19 ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങിയത് കറക്റ്റായിരുന്നു, പക്ഷേ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയടാ തിമോത്തിയോസേ. പലരും സ്തുതിച്ചു, പലരും ഹല്ലേലൂയ പറഞ്ഞു, പലരും സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആയി. പക്ഷേ ഈ നിർവ്യാജ വിശ്വാസത്തിന് വേണ്ടി കൃപാവരം ജ്വലിപ്പിച്ച് നിൽക്കുന്നവർ ഇന്ന് കുറവാ തിമോത്തിയോസേ. 10 വർഷം എൻ്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല, നിഴല് പോലെ ബാഗ് പിടിച്ചിട്ട് കാര്യമില്ല. ഇതാ സമയം, നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ഒരു അത്ഭുതത്തിന്റെ ശബ്ദമാക്കാൻ ദൈവം ഈ തലമുറയിൽ അന്വേഷിക്കുന്നു താങ്കളെ, അന്വേഷിക്കുന്നു താങ്കളെ. വിശ്വസിക്കാമോ? ഇന്ന് ഏൽപ്പിച്ചാൽ ഒരു അഭിഷക്ത നാവായി മാറാൻ ദൈവം വിളിക്കുന്നു ഇന്ന് രാത്രിയിൽ. കേൾക്കണമേ. തിമോത്തിയോസിന് ആവശ്യം അടുത്തൊരു ഇമ്പാർട്ടേഷൻ അല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നിന്റെ ഉള്ളിലുണ്ട് തീക്കനൽ.
നോ ന്യൂ ഗിഫ്റ്റ് ബട്ട് എ റീകിൻഡ്ലിംഗ് ഈസ് വാട്ട് ഈസ് നീഡഡ്. ഇന്ന് വൈകിട്ട് മനസ്സിലാക്കണം, നിങ്ങളിൽ ചിലർ ഇറങ്ങിയപ്പോൾ ഉള്ള കൺവിക്ഷൻ, ഇറങ്ങിയപ്പോഴുള്ള നിർവ്യാജ വിശ്വാസത്തിന്റെ പോരാട്ടം ഇന്നത് വഴിയിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. മിണ്ടാതിരിക്കാനല്ല, ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്ന കർത്താവേ, എന്നിലൊന്ന് ഊതി കത്തിക്കണേ ദൈവത്തിൻ്റെ ആത്മസാന്നിധ്യം. തിമോത്തിയോസ് നാച്ചുറലി പറഞ്ഞാൽ ഇതിനൊന്നും എബിലിറ്റി ഉള്ള ആളല്ല. വീക്ക്, ടിമിഡ്, ഫ്രീക്വൻ്റ്ലി ഇൽ വ്യക്തിയാണ്. ഈ വ്യക്തിയോടാണ് പൗലോസ് പറയുന്നത്, നിനക്ക് എക്സ്റ്റേണൽ ഒന്നുമല്ല, നാച്ചുറൽ എബിലിറ്റിയുമല്ല, നിന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു തീക്കനൽ. ഫാൻ ഇൻ ടു ഫ്ലെയിം ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് വിച്ച് ഗോഡ് ഹസ് പുട്ട് ഇൻ യു. അത് എന്തിനു വേണ്ടിയുള്ളതാ? സ്റ്റേജ് ഇളക്കി മറിക്കാനുള്ളതല്ല. ഈ തലമുറയിൽ ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കാൻ, ലോക്കൽ ചർച്ചിൽ നിൽക്കാൻ, സംഘടനകളിൽ നിൽക്കാൻ ദൈവം അന്വേഷിക്കുന്നു തിമോത്തിയോസുമാരെ. കേൾക്കണം, നിഗ്ലക്റ്റഡ് ഫയർ always turns to ashes. ഈ തീക്കനൽ, നിർവ്യാജ വിശ്വാസത്തിൻ്റെ തീക്കനൽ ഊതുന്നില്ല എങ്കിൽ അധികം താമസിക്കാതെ ഇത് ചാരമായി മാറും. പിന്നെ ഇങ്ങനെ വന്നിരിക്കാമെന്നുള്ളതല്ലാതെ, ദൈവവചനത്തോട് പ്രതികരിക്കാൻ പോലും കഴിയാതെ, കണ്ണിൻ്റെ മുമ്പിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നടക്കുമ്പോൾ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട്, ദൈവത്തിൻ്റെ വചനത്തിന് ചേരാത്ത പ്രസംഗം കേൾക്കുമ്പോൾ അവരെന്തേലും പറഞ്ഞു പോകട്ടെ, ഇങ്ങനൊരവസ്ഥയിലാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നും ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നോ, മതി. അത് ദൈവത്തിൻ്റെ വചനം മതി, പരിശുദ്ധാത്മാവ് മതി. സത്യമില്ലാത്ത, വചനമില്ലാത്ത, നീതിയില്ലാത്ത ഒരു ഉണർവിലേക്കല്ല നമ്മൾ കാല് വെക്കേണ്ടത്. എഫെസോസുകാർ വല്ലതും അംഗീകരിക്കുമോ എന്തെങ്കിലും നഷ്ടപ്പെട്ടത്? അവിടെ വലിയ റിവൈവൽ നടക്കുക. അവരെഴുതി വെച്ചിരിക്കുക, ഫൗണ്ടിങ് പാസ്റ്റർ അപ്പോസ്റ്റൽ പോൾ, കറണ്ട് പാസ്റ്റർ തിമോത്തി. അവർ വലിയ പരിപാടിയും പ്രോഗ്രാമും എല്ലാം നടക്കുക. പൗലോസ് പറയുക, ഈ പേരെ ഉള്ളടാ ഇതിനകത്ത് 2 തിമോത്തിയോസ് 1:14 പറയുക, ഈ നിക്ഷേപത്തെ സൂക്ഷിക്കാൻ ഇപ്പം ആളില്ല. ഏത് നിക്ഷേപം? തലമുറയായി വന്ന ഉപദേശ ശുദ്ധിയെ സൂക്ഷിപ്പാൻ ഇപ്പം ആളില്ല. 2 തിമോത്തിയോസ് 2 പറയുക, തിമോത്തിയോസേ, നീ കൃപാവരം ജ്വലിപ്പിക്കണം. കാരണം നീ ഇത് സൂക്ഷിച്ചിത് ആർക്ക് കൊടുക്കണം? വിശ്വസ്ത മനുഷ്യർക്ക് നീ ഇത് പരമേൽപ്പിക്കണം. കാരണം ഹുമന്യോസും ഫിലത്തോസും എഴുന്നേക്കുന്ന കാലമാണിത്. പുനരുത്ഥാനം നടന്നു എന്ന് പറഞ്ഞ് ആൾക്കാരെ വഴിതെറ്റിക്കുന്ന കാലത്ത്, തിമോത്തിയോസേ മോനെ, ഇത് നിന്റെ കഴിവല്ല, നിന്റെ കുടുംബ ശ്രേഷ്ഠതയല്ല, നിന്നിൽ വിശ്വാസമുള്ളത് കൊണ്ട്, അത് നിർവ്യാജ വിശ്വാസമായതുകൊണ്ട് ഒരു പോരാട്ടത്തിനായി നീ തയ്യാറാകണം. ഇവിടെ നിൽക്കുമ്പോഴേ, ഹൗ ഡിഡ് വി ഗെറ്റ് ഹിയർ എന്നുള്ളതാ ചോദ്യം. As a movement, Assemblies of God, how did we get here? ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ലാറ്റർ റെയിൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു വലിയ മൂവ്മെന്റ് ഉണ്ടായി. എന്തുവാ അവർ ചെയ്തത്? ഇറ്റ് threatened the Assemblies of God movement over the issue of restoring formal office of modern day apostles. അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്, ഇന്നും അപ്പോസ്തലന്മാർ വേണം, അവർ പറയുന്ന പോലെ സഭ പോകണം, അന്നത്തെ അപ്പോസ്തലന്മാരല്ല ഇന്നും അപ്പോസ്തലന്മാർ വേണം എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് അഴിച്ചുവിട്ടു. ആ സമയത്ത് നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് കൃപാവരത്താൽ ജ്വലിച്ചു. നിർവ്യാജ വിശ്വാസമായതുകൊണ്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് പാസ്ഡ് എ റെസല്യൂഷൻ. എന്തോ പറഞ്ഞതെന്നറിയാമോ? We disapprove of those extreme teachings and practices which being unfounded scripturally. എഴുതി വെച്ചു. എന്തോ ചെയ്തില്ല, മാറിയിരുന്ന അല്ലേ നഷ്ടമാകും സഭയ്ക്ക്. പോട്ട് കുറച്ച് പേര് ബൈബിളൊന്നും വിട്ടല്ലല്ലോ പോകുന്നു, ഇച്ചിരി അങ്ങോട്ട് പോയെന്നല്ല ഉള്ളോ പറഞ്ഞില്ല. പിതാക്കന്മാരെഴുതി ഈ സ്ക്രിപ്ചറിന് വെളിയിലോട്ട് പോകുന്നത്
ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. The erroneous teaching that the church is built on the foundation of present day apostles has to be rejected എന്ന് Assemblies of God റെസൊല്യൂഷൻ പാസ് ചെയ്തു. തീർന്നില്ല. 21st സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിൽ പിന്നെയും ചോദ്യം. എന്തോ ചോദ്യം എന്നറിയാമോ? അപ്പോസ്തലൻ എന്ന ടൈറ്റിൽ ഉപയോഗിക്കാമോ? ജനറൽ കൗൺസിലിനോട് ചോദിക്കുക. ജനറൽ കൗൺസിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ പറയാം. Assemblies of God has consistently responded that the church maintains an apostolic function without needing apostolic titles or offices. എന്തോ ചെയ്തു നമ്മുടെ ഫോർഫാദേഴ്സ്? ഇനി ആരെയും അപ്പോസ്തലൻ എന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോട്ടെന്നേ, അവരവരുടെ ഫ്ലയർ ഉണ്ടാക്കി പോട്ടെ പറഞ്ഞില്ല. നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന മൂവ്മെന്റിന്റെ ഫോർഫാദേഴ്സ് ലീഡർഷിപ്പിലുള്ളവരോട് പറഞ്ഞു, ദിസ് ട്രെൻഡ് ഈസ് റോങ്. We don't approve a person using that title, though the office is still there. തീർന്നില്ല കേട്ടോ. പോസിറ്റീവ് കൺഫെഷൻ മൂവ്മെന്റ് കേട്ടിട്ടുണ്ടോ? നെയിം ഇറ്റ് ആൻഡ് ക്ലെയിം ഇറ്റ്. പോസിറ്റീവ് പറയണം, ഐ ഡിക്രീ ആൻഡ് ഡിക്ലെയർ. ജനറൽ കൗൺസിലിന്റെ മുമ്പിൽ വന്നു. എന്തോ പറഞ്ഞു അസംബ്ലീസ് ഓഫ് ഗോഡ് ജനറൽ കൗൺസിൽ? എഴുതി 1980 ഓഗസ്റ്റ് 19 എഴുതി, doctrine based on less than a holistic view of biblical truth can only do harm to the cause of Christ. എഴുതി. പിതാക്കന്മാർ പറഞ്ഞു, don't go into that tendency. Bible has to be viewed in his whole counsel, not part and pieces here and there. വേറെ മൂവ്മെന്റ് വന്നു, ലോഗോസ്. കേട്ട് മടുത്തു, നമുക്ക് റീമ വേണം. ജനറൽ കൗൺസിലിന്റെ മുമ്പിൽ വന്നു, ലോഗോസ് വേഴ്സസ് റീമ. അടുത്ത വന്നു ഉടനെ, the distinctions between logos and rhema cannot be sustained by biblical evidence. സന്തോഷം വരുന്നില്ലല്ലേ? നമ്മളായിരിക്കുന്ന മൂവ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇതിനെ സൂക്ഷിക്കാൻ, ഇതിനെ തലമുറകളിലേക്ക് പാസ് ഓൺ ചെയ്യാൻ കൃപാവരത്തെ ജ്വലിപ്പിച്ചോണ്ടിരിക്കുകയാണെന്ന്. പ്രോഫസി എന്താ പറഞ്ഞു പ്രവചനത്തെക്കുറിച്ച്? അസംബ്ലീസ് ഓഫ് ഗോഡ് പറയാം, the use of social media for the dissemination of prophecy is a serious concern. എന്താ ഇത് സീരിയസ് കൺസേൺ? Prophecy works best with accountability. ഫേസ്ബുക്കിലോട്ട് വിട്ട് ലൈവ്, ഐ ആം പ്രൊഫസൈയിങ്, there is no community, there is no context, there is no accountability. Assemblies of God forefathers പറയുക, we don't approve this tendency. ഇവിടെ ഇരിക്കുന്നവർ മനസ്സിലാകണം, ഇത് കുത്തഴിച്ച് വിട്ടൊരു പരിപാടിയല്ല. ഇത് നിർവ്യാജ വിശ്വാസമാണെങ്കിൽ ഇതിനു വേണ്ടി പോരാടേണ്ട സമയമാണിത്. സഭയ്ക്കകത്തോട്ട് കയറ്റിവിടുന്നുണ്ട് മറ്റൊരു സുവിശേഷം. എന്താ മറ്റൊരു സുവിശേഷം? യേശുവിൻ്റെ അടുക്ക വാ, ഇത് കിട്ടും അത് കിട്ടും എല്ലാം ശരിയാകും. യഥാർത്ഥ ബൈബിൾ സുവിശേഷം ഇത് സമാധാനത്തിന്റെ സുവിശേഷമാ, ഇത് നിത്യതയുടെ സുവിശേഷമാ. പാപിയെ വിശുദ്ധനായ ദൈവത്തോട് നിരപ്പിക്കുന്നതാണ് ഈ പ്രത്യാശയുടെ സുവിശേഷം. ആരേലും എന്തേലും വന്ന് പറഞ്ഞിട്ട് പോകുമ്പോ it's okay, that's another side. There is no another side. There is only one side. There is only one gospel. All other gospels are other gospel. എന്തേലും വന്ന് കാണിച്ചു കൂട്ടുമ്പോ maybe that is another gift. No, there is only one Holy Spirit. വിശുദ്ധിയിൽ നിന്ന് മാറ്റുന്ന പ്രവണതകൾ അതർ സ്പിരിറ്റാ എന്നിന്ന് രാത്രി മനസ്സിലാക്കണം. കർത്താവിന് ആവശ്യം എങ്ങനെങ്കിലും അങ്ങ് പോകുന്ന കുറെ കൂട്ടരെ അല്ല, ഈ നിർവ്യാജ വിശ്വാസത്തിന് വേണ്ടി ഈ തലമുറയിൽ കൃപാവരം ജ്വലിപ്പിച്ച് ടിമിഡിറ്റിയോടല്ല ശക്തരായ വീരന്മാരെയാ നമ്മുടെ സമൂഹത്തിന് ആവശ്യം. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, ഒറ്റപ്പെടുമോ ഇല്ലയോ? ഇന്ന് ഉച്ച തിരിഞ്ഞ് എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചെന്നെ, ജോയെ ഇത്രയും ദിവസം വിളിക്കാതിരിക്കുകയായിരുന്നു, ഒത്തിരി സങ്കടമുണ്ടെന്ന് പറഞ്ഞു. എന്തോ സങ്കടം? ജോ, യു വിൽ നോട്ട് ഗെറ്റ് മെനി ഓപ്പർച്യൂണിറ്റീസ് അഗെയിൻ. ഞാൻ പറഞ്ഞു, ഡോണ്ട് ബി സ്കെയർഡ്, ഡോണ്ട് ബി അഫ്രൈഡ്. ഇത് കോൺഫറൻസിൽ ദൈവം മാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ല ദൈവം എന്നെ ഇറക്കിയത്. ദൈവം എന്നെ വിളിച്ചത് ഈ സുവിശേഷത്തിന് വേണ്ടി പോരാടാനാ. കോൺഫറൻസിൽ വേദി ഉണ്ടെങ്കിൽ പോരാടും,
കോൺഫറൻസിൽ വേദിയല്ല, പരസ്യോഗത്തിലാണെങ്കിൽ അവിടെയും പോരാടും. SABC ബൈബിൾ കോളേജിലാണെങ്കിൽ അവിടെയും പോരാടും. ഏത് വേദി കിട്ടുന്നതിന് വേണ്ടി മാറ്റുന്നതല്ല ഈ പരിപാടി. അതല്ല നിർവ്യാജ വിശ്വാസം. നിർവ്യാജ വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുവിനെ വിശ്വാസത്തിൽ കണ്ടവന്, നിത്യതയുടെ കാഴ്ചപ്പാടുള്ളവന്, അവന് മൗനമായിരിക്കാൻ കഴിയുകയില്ല. തെറ്റായതൊന്ന് കേൾക്കുമ്പോ, തെറ്റായ പ്രവണത കാണുമ്പോ അവന്റെ അകത്തൊരു യുദ്ധവീര്യമുണ്ടാകും. അത് ചോർന്നു പോകരുതേ, അത് ചോർന്നു പോകരുതേ. ഇതൊരു യുദ്ധത്തിന്റെ പരിപാടിയാണ്. അവിടത്തെ ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. പൗലോസ് പറയുക, നിനക്ക് ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല. ഞാൻ ആ വാക്കൊന്ന് പരിശോധിച്ചു കേട്ടോ. പുതിയ നിയമത്തിൽ യവനായ ഭാഷയിൽ അവിടെ മാത്രമേ ആ പദമുള്ളൂ. അവിടെ മാത്രമേ ആ പദമുള്ളൂ. ഹപ്പെക്സ് ലെഗോമന ഒരിടത്ത് മാത്രമേ ഉള്ളൂ ആ മൂലപദം. LXX നമ്മുടെ ഓൾഡ് ടെസ്റ്റ്മെന്റ്, സെപ്റ്റുവജന്റ്, പഴയ നിയമത്തിൽ യവനായ പരിഭാഷയിൽ തപ്പിയപ്പോൾ ഒരിടത്ത് വന്നിട്ടുണ്ട് ഈ പദം. എവിടാന്നറിയാം? തിമോത്തിയോസേ, നിന്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം, നിന്റെ അകത്ത് ഭയത്തിൻ്റെ ആത്മാവിനെ അല്ലേ. എന്താ ഈ ഭയം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ വാക്യം വന്നിരിക്കുന്നത് ലേവ്യ പുസ്തകം 26-36 വാക്യത്തിലാണ്. എന്തോ അവിടുത്തെ പശ്ചാത്തലം എന്നറിയാം. ദൈവത്തിൻ്റെ ന്യായവിധി വരുന്ന സമയത്ത് ലേവ്യ പുസ്തകം 26-36 ഞാൻ വായിക്കുക. ശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഞാൻ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് ഭീരുത്വം വരുത്തും. എന്തോ പേടിയുടെയാണെന്നറിയോ പറയുന്നത്, കേൾക്കണേ. ഇല പറക്കുന്ന ശബ്ദം കേട്ടിട്ട് അവർ ഓടും. ഇല പറക്കുന്ന ശബ്ദം കേട്ടിട്ട് ഓടും. എന്തോ ആണെന്ന് ഓർത്തോണ്ടാ ഓടുന്നതെന്നറിയോ? വാളിൻ്റെ മുമ്പിൽ നിന്ന് ഓടുന്നത് പോലെ അവർ ഓടും. എന്തോ ശബ്ദം കേൾക്കുമ്പോൾ, ഇല പറക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആളിന് തോന്നുന്നത് എന്താ? വാളും കൊണ്ട് ആരാണ്ട് വരുന്നു. പൗലോസ് തീമോത്തിയോസിനോട് പറയുക, എടാ കുഞ്ഞേ, എൻ്റെ തല പോകാൻ പോകുക, ഞാൻ നിന്റെ കൂടെ ഇല്ല ഇനി നിന്നെ പരിശീലിപ്പിക്കാൻ. ഇല പറക്കുമ്പോ കമ്പുകൊണ്ടോ കോലുകൊണ്ടോ കത്തി കൊണ്ടോ വരുന്നതായി നിനക്ക് തോന്നരുത്. കാരണം നിന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് ഞാനല്ല. ആ ലുസ്ത്രയിൽ വെച്ച് നിന്റെ ഹൃദയത്തെ തുറന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ, ഒറ്റപ്പെടേണ്ട വന്നാലും എല്ലാം അവസാനിച്ചെന്ന് വന്നാലും നിന്റെ കൂടെ നിൽക്കുന്ന ദൈവമുണ്ടടാ തിമോത്തിയോസേ. നിന്റെ ഉള്ളിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം. ഇതിനകത്തിരിക്കുന്നവർ ഒറ്റപ്പെട്ടവരായിട്ടുള്ളവർ ഇന്ന് രാത്രി ഇതിനകത്ത് കാണും. വിശ്വാസത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി സമൂഹത്തിൽ ഒറ്റപ്പെട്ടിട്ട് ഇന്ന് രാത്രി ഇരിക്കുകയാണെങ്കിൽ കേൾക്കണം, that battle is not over, it is worth it, that battle. ഒരിക്കൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ജീവികളെയും മരിച്ചവരെയും എല്ലാം ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നിൽക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിൽ ഒരു നല്ല പോരാട്ടം കഴിക്കാനായി, ഓട്ടം സ്ഥിരതയോടെ ഓടാനായി ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ വിളിക്കുകയാണ്. ഇതിനകത്തെ വചനത്തിന്റെ അകത്തടങ്ങിയിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് ചിലരുടെ ശരീരത്തിൽ നിഴലിടുന്ന രാത്രിയാകട്ടെ. ഭയങ്ങൾ മാറട്ടെ, നിരുത്സാഹങ്ങൾ മാറട്ടെ. പിശാച് പറഞ്ഞ വാക്കുകളല്ല, ഇന്ന് യേശുവിൻ്റെ ആ സാന്നിധ്യമാണ് ജയിക്കാൻ പോകുന്ന അവസാനം. ഭീരുത്വമല്ല, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ ഇന്ന് നമുക്ക് വെളിയിൽ കളയണം. എന്തെങ്കിലും പറയാൻ പേടി, ഒരു അഭിപ്രായം പറയാൻ പേടി, വചനം വായിക്കാൻ പേടി. പ്രബോധിപ്പിച്ച് പ്രവചനദൂത് പറഞ്ഞവർ ഇതിനകത്ത് ഇരിപ്പുണ്ടായിരിക്കാം. ഇന്ന് പേടി പോലെ. ഈ പേടിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി, അകത്തെ വിശ്വാസം നിർവ്യാജമാണെങ്കിൽ പുറത്തുനിന്നൊന്നും കൊണ്ടുവരണ്ട കേട്ടോ. ആ വിശ്വാസത്തിൻ്റെ വിത്തിൽ നിന്നൊരു ധൈര്യം വെളിയിലോട്ട് വരാൻ പോവാണ്. ആ വിശ്വാസത്തിന്റെ വിത്തിൽ നിന്ന് ശത്രുവിന്റെ ഈ പോരാട്ടത്തെ ജയിക്കാനുള്ള, ഈ ഭയത്തെ ഇല്ലാതാക്കാനുള്ള ഒരു അഭിഷേകം ഇന്ന് രാത്രി ദൈവം അയക്കുന്നു. ശക്തരായ വീരന്മാരെ, അഭിഷേകമുള്ള ദൈവമക്കളെ, ഇത് മൗനമായിരിക്കേണ്ട സമയമല്ല, ഇത് യുദ്ധത്തിന്റെ സമയമാണ്. ഇത് കൃപയിൽ മുന്നേറേണ്ട സമയമാണ്. മൂന്ന് വാക്കുകളാ പറയുന്നത്. അതുകൊണ്ട് നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല,
പേടിത്തൊണ്ടനാകല്ലേ. നിന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ച ഞാനല്ല, ദൈവമാണ് വിളിച്ചേ എന്ന് പൗലോസ് പറഞ്ഞിട്ട് പറയുക. 3 കാര്യങ്ങൾ. എങ്ങനെ ഒരു പരിശുദ്ധാത്മ ശക്തി അങ്ങോട്ട് ഇറങ്ങി വന്നേ? ശക്തിയുടെയും, നിർത്തണം, എന്തിൻ്റെ ശക്തിയാ നമ്മൾ ഈ പറയുന്നേ? Is this the power to dominate? Is this the power to rule? പവർ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് അധികാരം. ആ പവർ അല്ലിത്. ഈ നിന്റെ മനസ്സിൽ വരുന്നത്, നിന്റെ ഉള്ളിലിരിക്കുന്നത് ഭയത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവെന്ന് പറയുമ്പോൾ ഈ ശക്തിയിലിരിക്കുന്നത് പേഴ്സണാലിറ്റിയുടെ ശക്തിയല്ല. ഈ ശക്തി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന ശക്തിയല്ല. ഇത് തിയോളജിക്കൽ ഡിഗ്രിയിലൂടെ കിട്ടുന്നതോ കുടുംബത്തിലൂടെ കൈമാറുന്ന ശക്തിയൊന്നുമല്ല. ഈ പറയുന്ന ശക്തി നിമിത്തമാണ് വാള് രാകുന്ന ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോഴും പൗലോസ് പറയുക, എന്നിൽ ശക്തി വ്യാപരിക്കുന്നു, ഈ സുവിശേഷത്തെ ഞാൻ സൂക്ഷിച്ചു കൊണ്ടിരിക്കുക, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. വിശ്വാസം കാക്കാനുള്ള ഒരു ശക്തിയാണിത്. ഇത് ഓടാനുള്ള ഒരു ശക്തിയാണ്. ഇത് വിശ്വാസം സൂക്ഷിക്കാനുള്ള ഒരു ശക്തിയാണ്. അങ്ങനെയാണോ നോക്കിയാൽ 2 തിമോഥെയോസ് 2:1 എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ പിന്നെയും ശക്തിപ്പെടുക. എന്നിട്ട് അടുത്ത വാക്ക് എന്താണെന്നറിയാൻ പറയുന്നത്? 3-ാം വാക്യം, ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ. എന്തിനുള്ള ശക്തിയാണിത്? ഈ ശക്തി എന്ന് പറഞ്ഞാൽ കേവല കൈയടിക്കുള്ളതല്ല, കുറെ ഒച്ചപ്പാടുണ്ടാക്കാൻ മാത്രമുള്ളതല്ല. ഈ തലമുറയിൽ സത്യത്തിന് വേണ്ടി ഒറ്റപ്പെടേണ്ട വന്നാലും, ദുരുപദേശത്തിനെതിരെ പറയുമ്പോൾ ആക്രമിക്കപ്പെട്ടാലും അതിൻ്റെ നടുവിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു ഹോളി സ്പിരിറ്റ് പവറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തിന്റെ ശക്തിയാ ഇതെന്നറിയാമോ? തിമോഥെയോസ് ഇങ്ങനെ ശുശ്രൂഷയിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ ഹീസ് ഗെറ്റിംഗ് മെച്വേർഡ് എന്ന് പറയാം. ഗെറ്റിംഗ് മെച്വേർഡ്. പൗലോസിനോട് 10 വർഷം നടന്നു. പൗലോസ് എന്ന് പറയുന്നത് ഇടം വലം നോക്കാതെ പ്രസംഗിച്ചു. ഇപ്പോൾ പൗലോസ് ഇല്ല. ഹീസ് ഗെറ്റിംഗ് മെച്വേർഡ്. ഹീസ് എ പാസ്റ്റർ നൗ ഇൻ എഫെസസ്. എവറിത്തിങ് ഈസ് ഫൈൻ. 4-ാം അധ്യായത്തിൽ പൗലോസ് തിമോഥെയോസിനോട് പറയുക, തിമോഥെയോസേ, ഒരു കാലം വരുന്നുണ്ട്, നിന്നെ സെറ്റിൽഡ് ആക്കാൻ ആൾക്കാർ നോക്കും. എന്തോ അവർ പറയാൻ പോകുന്നത്? അവർക്ക് വചനം കേൾക്കണ്ട, പിന്നെ എന്തോ കേൾക്കണം? കർണരസകരമായത് കേൾക്കാൻ വേണ്ടി അവർ വന്നിരിക്കും. ഓരോ സർമൺ കഴിയുമ്പോൾ അവർ പറയും, പാസ്റ്റർ, ടുഡേ വി വർ നോട്ട് ഏബിൾ ടു കണക്ട്, സ്പെഷ്യലി അവർ ചിൽഡ്രൻ, ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് എനിത്തിങ്. ലുക്കിംഗ് അറ്റ് യുവർ ഫേസ് ഇറ്റ്സെൽഫ് ദേ ആർ ഗെറ്റിംഗ് സ്കേർഡ്. തിമോഥെയോസിനോട് പൗലോസ് പറയുക, എടാ കുഞ്ഞേ, ആൾക്കാർ നിന്നെ പിടിക്കും, ഇതിനകത്ത് ഒപ്പീനിയൻ ഈ പിടിച്ച് നിന്നെ തളയ്ക്കാൻ നോക്കും, നിന്നെ കൊണ്ട് വചനം പറയിപ്പിക്കത്തില്ല. കർണരസകരമായത് കേട്ടോണ്ടിരുന്ന് അവർക്ക് കൈയടിച്ചിട്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞു പോകുന്നൊരു കാലം വരും. വന്നോ അങ്ങനെ ഒരു കാലം? എങ്ങും തൊടാതെ പറഞ്ഞാൽ കൈയടിക്കും. ആരെ ഒന്നും പറയരുത് എന്ന് പറയുന്നത്, പലരും പറയുന്നത് സുവിശേഷം പറയാനേ. എന്തുവാ അപ്പം സുവിശേഷം? മാനസാന്തരമില്ലാത്ത സുവിശേഷമുണ്ടോ? മാനസാന്തരമില്ലാത്ത സുവിശേഷം മറ്റൊരു സുവിശേഷമല്ലേ? മാനസാന്തരപ്പെടുന്നവരല്ലേ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത്? സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരും മാനസാന്തരത്തോടും അനുതാപത്തോടുമല്ലേ ജീവിക്കേണ്ടത് നിത്യതയുടെ കാഴ്ചപ്പാടിൽ? അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ പൗലോസ് തിമോഥെയോസിനോട് പറയാം, നിനക്ക് ശക്തി വേണം. എന്തിന്റെ ശക്തിയാണെന്നറിയാമോ? വചനം പ്രസംഗിക്കാൻ നിനക്കൊരു ശക്തി വേണം തിമോഥെയോസേ. സമയത്തിലും അസമയത്തിലും. ഏതാ സമയം? മനുഷ്യർക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത സമയത്തും ദൈവം അരുളി ചെയ്യുന്നു എന്ന് വിളിച്ചു പറയാൻ നിന്റെ മേലൊരു അഭിഷേകം വേണം തിമോഥെയോസേ. രാത്രി വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനൊരു പുതപ്പെന്റെ മേൽ അരുളണമേ, എന്റെ കുഞ്ഞുങ്ങളോട് വചനം പറയാനായി എന്റെ മേലൊരു അഭിഷേകം പകരണമേ. കൺഫ്യൂഷൻ വേണ്ട, ഭയം വേണ്ട. ദൈവവചനം സംസാരിക്കാനുള്ള ഒരു ശക്തി വേണം. എന്നിട്ട് പറയുക, ഇത് സ്നേഹത്തിൻ്റെ ആണെന്ന്. ഭയമല്ല, ഇത് സ്നേഹം. എന്തോ സ്നേഹമാ? 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയാം, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. എന്തോ ദുർഘട സമയം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്ഫുൾ ടൈം, വെരി ഡിഫിക്കൽട്ട് ടു ലിവ് ആസ് എ ക്രിസ്ത്യൻ. There's a time coming.
നമ്മൾ അന്ത്യകാലം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ യോവേലേ വരത്തുള്ളൂ. അന്ത്യകാലത്ത് സകല അതേ വരത്തുള്ളൂ. പക്ഷെ അന്ത്യകാലത്ത് എന്തോ വരും? ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. എന്തോ ഈ ദുർഘട സമയത്തിൻ്റെ ലക്ഷണം? മനുഷ്യർ സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ. 19 കൂട്ടം കാര്യമുണ്ട്. 2-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും ലൈക്ക് ബുക്ക് ഹെൻസ് സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണോ നോക്കിക്കേ. ആദ്യത്തെ 2 കാര്യങ്ങൾ എന്താ? മനുഷ്യർ സ്വസ്നേഹികൾ, ദ്രവ്യ ആഗ്രഹികൾ, ലവേഴ്സ് ഓഫ് ദെംസെൽവ്സ് ആൻഡ് ലവേഴ്സ് ഓഫ് മണി. ഈ ലിസ്റ്റ് തീരുന്നത് എന്തിനെ പറ്റിയാ? ദേ ആർ നോട്ട് ലവേഴ്സ് ഓഫ് ഗോഡ് ബട്ട് ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരാ. ഈ ലിസ്റ്റിൽ അപ്പം 2 സ്നേഹത്തിൻ്റെ ബ്രാക്കറ്റിലാണ് മറ്റെല്ലാം വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്? വഴങ്ങാത്തവരുണ്ട്, അനുസരണക്കെട്ടവരുണ്ട്, ഈ എല്ലാ തരത്തിലുള്ള ഐറ്റം ഉണ്ട് ഈ അന്ത്യകാലത്ത്. അല്ല, നമ്മൾ പറയുമ്പോൾ ഈ ഐറ്റങ്ങൾ വെളിയിലാണോ അകത്താണോ? അകത്താണോ അല്ലയോ എന്നുള്ളത് 3-ാം അധ്യായം 5-ാം വാക്യം കൃത്യമായി പറയും. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം. വെളിയിലുള്ളവർക്കൊന്നും ഭക്തിയുടെ വേഷമില്ല, അകത്തുള്ളവർക്കാ ഭക്തിയുടെ വേഷമുള്ളേ. ഭക്തിയുടെ വേഷം ധരിച്ചിരിക്കുക. പക്ഷെ സ്നേഹം മൊത്തം എന്താ? ഈ ലോകത്തിലെ കണ്ണി കാണുന്നത്, കൈകൊണ്ട് തൊടാവുന്നത്, ജോലി, വണ്ടി, വീട്, ബിഗർ, ഫാസ്റ്റർ, ബെറ്റർ. ഇതാണ് ഈ കേൾക്കുന്നതും വിശ്വസിക്കുന്നതും ചാടുന്നതും പാടുന്നതിൻ്റെ ഒക്കെ ആകെ തുക പലരുടെയും. പൗലോസ് പറയുക, നിന്റെ അകത്തൊരു സ്നേഹം വരണം. ഏത് സ്നേഹമാ? ദ്രവ്യത്തോടുള്ള സ്നേഹമല്ല, സ്വസ്നേഹമല്ല, ദൈവത്തോടൊരു സ്നേഹം. തിമോത്തിയോസേ, ഇന്നലെ ഞാൻ ഓർപ്പിച്ചില്ലേ ദൈവമക്കളെ, ഈ കോൺഫറൻസിന്റെ ആകത്തുക നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ദൈവത്തോട് എനിക്ക് സ്നേഹം കൂടിയെന്ന് പറഞ്ഞു പോകാൻ ഒത്തിരുന്നെങ്കിൽ ഈ കോൺഫറൻസ് സക്സസ്ഫുൾ ആയേനെ. എന്ത് വെളിയിൽ കാണിക്കാവുന്നതല്ല. ഈ ശക്തി വരുമ്പോ സ്നേഹത്തിൽ ഒരു വർധനവ്, പേഴ്സണൽ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഔട്ട് ഓഫ് ദാറ്റ് ലവ്. ഓർക്കുന്നുണ്ടോ പത്രോസിനോട് യോഹന്നാൻ 21 ചോദിക്കുന്നത്? എൻ്റെ മെന്റർ പറയും, യേശുവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. 3 പ്രാവശ്യം സെയിം ക്വസ്റ്റ്യനാ. എന്തുവാ ക്വസ്റ്റ്യൻ? ഡു യു ലവ് മീ? ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പൗലോസ് തീമോത്തിയോസിനോട് ചോദിക്കുന്ന, മോനെ നീ എന്നെ സ്നേഹിക്കണം എന്നല്ല, ഈ യേശുവിനെ നീ സ്നേഹിക്കുന്നെങ്കിൽ, നിന്റെ ഉള്ളിൽ ശക്തിയാൽ ഈ സ്നേഹം വന്നെങ്കിൽ, വഴുവഴുപ്പൻ പരിപാടിയല്ല നീ ചെയ്യേണ്ടത്. സ്നേഹത്തിൽ നിന്നുകൊണ്ട് ധീരമായി നീ മുന്നേറണം. 3-ാമത്തെ വാക്കെന്താ? സുബോധം. അപ്പൊ സുബോധം ഇല്ലാത്തവരുണ്ടോ നമ്മുടെ ഇടയിൽ? എന്തോ ഈ പറയുന്നത്? സുബോധമില്ലാത്തവരുണ്ടോ എന്ന് അറിയണമെങ്കിൽ പൗലോസ് പറയുന്ന വാക്കുകൾ കേൾക്കണം കേട്ടോ. 2-ാം അധ്യായത്തിലൊക്കെ പറയുന്ന വാക്കുകൾ ഭയങ്കര ഗംഭീരമായ വാക്കുകളാണ്. അനേകർ സുബോധം വിട്ടുവെന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. സുബോധം വിട്ടിട്ട് ഈ ലോകത്തിൻ്റെ പുറകെ പോയെന്ന് നോയിക്കേ. 2-ന്റെ 25 അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? വിശ്വാസികളോട് പറയുക കേട്ടോ, വിരോധികൾക്ക്. ഈ വിരോധി എവിടാ ഉള്ളേ? അകത്തിരിക്കുകയാണെന്ന്. സത്യം ഇഷ്ടമില്ലാതെ, മാനസാന്തരം ഇഷ്ടമില്ലാതെ, സത്യസുവിശേഷം ഇഷ്ടമില്ലാതെ, കൃപാവരം ജ്വലിപ്പിക്കാതെ ഒരു പൊത്തൊരുത്ത പരിപാടിയിൽ അകത്തിരിക്കുക. അകത്തിരിക്കുന്നയാളെ പൗലോസ് വിളിക്കുക വിരോധിയാണിവൻ. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും, പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ. അടുത്ത വാക്ക്. അപ്പൊ എന്തുവാ ഇപ്പോൾ ഉള്ളത്? എഫെസസിലെ ദൈവമക്കൾ ആരാ പാസ്റ്റർ? തിമോത്തി. ആരായിരുന്നു ആദ്യ പാസ്റ്റർ? പാസ്റ്റർ പോൾ. എത്ര വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട്? ഞങ്ങളുടെ വീട്ടിൽ ആ ഹോൾ ഇരിക്കുന്ന അറിയാമല്ലോ അല്ലേ? ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങും. പൗലോസ് പറയുക, നിങ്ങളിൽ പലരും പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടു. പിശാചിനെ കെണിന്ന് വിളിച്ചു പറയുന്നത് ഈ ദ്രവ്യാഗ്രഹത്തെ കുറിച്ചാണെന്നുള്ളത് 1 തിമോത്തിയോസ് 6-ാം അധ്യായം പഠിക്കുമ്പോൾ വ്യക്തമാണ്. ഈ കെണി എന്നുള്ളത് ലവ് ഓഫ് മണിയാണ്. പൗലോസ് പറയുക, തിമോത്തിയോസേ, നിന്റെ മേൽ വന്നിരിക്കുന്ന ശക്തി സുബോധത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ലെവൽ ഹെഡഡായി നീ കാണേണ്ടത് ദൈവരാജ്യമാണ്, ദൈവരാജ്യത്തിന്റെ നീതിയാണ്. ബാക്കിയുള്ളതെല്ലാം നിന്റെ പുറകെ വരുന്നതാ. നീ അതിന് പുറകെ ഓടേണ്ട കാര്യമില്ല. മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ
അതോടുകൂടെ ആവശ്യമുള്ളതെല്ലാം നൽകി തരുമെന്നാണ് യേശു കർത്താവ് പറയുന്നത്. ഒരു നിമിഷം കൈ ഉയർത്താമോ? കർത്താവെ, നിർവ്യാജ വിശ്വാസത്തിൻ്റെ ലക്ഷണമായി എന്നിൽ നിന്ന് ഭയം മാറി ഇത് നിർവ്യാജ വിശ്വാസമാണെങ്കിൽ എന്നിലൊരു ധൈര്യം, എൻ്റെ അകത്തൊരു ഗിഫ്റ്റ് ദൈവം വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഗിഫ്റ്റ് വേറെ ഒരു ഗിഫ്റ്റുമല്ല, ദൈവത്തിന് വേണ്ടി ഈ തലമുറയിൽ നിൽക്കുവാൻ, ഒരു ശബ്ദമായി തീരുവാൻ, ഒരു പ്രവചന ശബ്ദമായി മാറുവാൻ, പിശാചിന്റെ തന്ത്രങ്ങളെ അഴിക്കുവാൻ, ദൈവരാജ്യത്തെ അഷർ ചെയ്യാൻ ഒരു ശക്തി, ഒരു കൃപ ദൈവ സ്നേഹത്താൽ ഏറ്റെടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളേവരെയും സമൃദ്ധിയായി ഈ രാത്രിയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ്.